അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 250 ml കപ്പിന് ഒരു കപ്പ് അവിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസിന്റെ അളവിൽ അവില് അളന്നെടുത്താൽ മതി. ബാക്കിയെല്ലാം ആ ഗ്ലാസിന്റെ അളവിലായിരിക്കണം അളന്നെടുക്കേണ്ടത്. ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഈ അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വെള്ള അവിലല്ലേ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ചുവന്ന അവല് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഏത് അവല് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മൾ ഇട്ടുകൊടുത്ത അവലെല്ലാം ചുരുങ്ങി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അവല് പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞു വരണം. ഇപ്പം ഇത് ചൂടല്ലേ, ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ അവല് റോസ്റ്റ് ചെയ്തെടുത്ത അതേ പാനിൽ തന്നെ ഒരു കപ്പ് നിലക്കടല ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് നിലക്കടല എടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്യാത്ത പച്ച നിലക്കടലയാണ്. ഇതുപോലെ തോല് കളഞ്ഞ പച്ച നിലക്കടല വാങ്ങാൻ കിട്ടും. തോലുള്ള നിലക്കടല ആയാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇതാകുമ്പോൾ നമുക്ക് തോല് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. റോസ്റ്റ് ചെയ്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതും ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. ഫ്ലെയിം കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ നിലക്കടലയുടെ നിറമൊക്കെ പെട്ടെന്ന് മാറും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിലക്കടലയുടെ നിറമൊക്കെ മാറി ഇതുപോലെ ഒന്ന് റോസ്റ്റായി കിട്ടും. ഇപ്പം നിലക്കടല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് ശർക്കരയ്ക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ശർക്കരയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പൊ കട്ടകളെല്ലാം മാറി ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇത് ഒരു നൂൽപ്പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കരയെല്ലാം ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. ഇത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് ചൂട് മാറാൻ വേണ്ടി വെച്ച അവിലിത നല്ലതുപോലെ ചൂട് മാറിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അവിലിത നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചെടുത്ത അവില് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അതേ ജാറിൽ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ചൂടൊക്കെ മാറിയ നിലക്കടല ഒന്ന് തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കരുത്. അതുപോലെ പൊടിച്ചെടുക്കുന്ന സമയം ഇത് പൾസ് ചെയ്ത് വേണം നിലക്കടല പൊടിച്ചെടുക്കാൻ. അപ്പം നമ്മൾ നിലക്കടലയും തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കുക. ഒരേ സ്പീഡിലിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും എണ്ണ ഇറങ്ങി വന്ന് ഒരു കട്ട പോലെ ആവും. അതുകൊണ്ടാണ് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പറയുന്നത്. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ആ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചിരകി എടുത്ത തേങ്ങ എടുത്താലും മതി. ഇതാകുമ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയാലും ആ നെയ്യിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സാധാരണ ചിരകിയെടുത്ത തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ നനവ് മുഴുവനും ഒന്ന് മാറിക്കിട്ടണം. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 7 കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ മാത്രം റോസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. 1 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ എടുത്ത ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിച്ചൊഴിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച അവില് ചേർത്ത് കൊടുക്കുക. നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത നിലക്കടലയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും.
നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കും ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ അതാ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരും. ഈ ഒരു സമയം 1 ടേബിൾ സ്പൂൺ ബദാം കട്ട് ചെയ്തതും കുറച്ച് പിസ്ത ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പിസ്ത കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഇതൊന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടൈം കുറച്ചിട്ടിട്ട് വേണം ഇളക്കി യോജിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ എടുത്തിട്ടുള്ള അവില് കുറച്ച് കട്ടിയുള്ള അവിലാണ്, അതുകൊണ്ടാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. നല്ല കനം കുറഞ്ഞ അവില് കിട്ടുമല്ലോ, അപ്പൊ അതാവുമ്പോൾ 1.5 കപ്പ് അവിലെങ്കിലും എടുക്കേണ്ടി വരും. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. വീട്ടിൽ അവലും തേങ്ങയും ശർക്കരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂട് മാറാനൊന്നും നിൽക്കണ്ട. ഇതിൽ നിന്ന് കുറച്ച് മിക്സ് ഇങ്ങനെ എടുക്കുക. നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സേവനാഴി എടുത്തിട്ടുണ്ട്. ഇതിൽ ചില്ലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. സേവനാഴി ഇങ്ങനെ എടുക്കുക. ഈ സേവനാഴിക്ക് ഉള്ളിലാണ് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാൻ. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. സേവനാഴി അടയ്ക്കുന്ന ആ ഒരു ഭാഗം വെച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം ഒന്ന് ഷേപ്പായി കിട്ടും. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തതും കുറച്ച് പിസ്ത കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് വിതറി വേണം ഇട്ട് കൊടുക്കാൻ. വീണ്ടും നമ്മൾ പിസ്തയും ബദാമും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സേവനാഴിയിൽ വെച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ല, നല്ലൊരു ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സേവനാഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അവല് വെച്ചിട്ട് വളരെ എളുപ്പത്തിലും രുചികരമായിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്